നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. 4 മണിക്ക് തുടങ്ങേണ്ടതായിരുന്നു. ആ സമയത്താണ് CJ റോയിയുടെ സംസ്കാര ചടങ്ങുകൾ വന്നത്. കേരളത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വാർത്തയായതുകൊണ്ടാണ് നമ്മൾ ആ സമയം ആ സംസ്കാര ചടങ്ങുകളിലെ തത്സമയ സംപ്രേഷണത്തിലേക്ക് പോയത്. എന്തായാലും നമുക്ക് പൊതുവേദിയിലേക്ക് തന്നെ മടങ്ങി വരാം. അവർക്ക് ഹൈസ്പീഡ് റെയിൽ, നമുക്ക് കടലാമ സംരക്ഷണ പദ്ധതി. 2 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന തമിഴ്നാടിനും ബംഗാളിനും ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് സ്വന്തമെന്ന നിലയിൽ ആകെ കിട്ടിയത് കടലാമ സംരക്ഷണ പദ്ധതിയാണ്. കടലാമ സംരക്ഷണം പ്രകൃതിക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ നാടിൻ്റെ വികസനത്തിന് അത് മതിയോ എന്ന ചോദ്യമുണ്ട്. കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരസ്യ പ്രതികരണം ഇപ്പോൾ തകർത്തോടുകയാണ്. എയിംസ് വരും, എന്തോ ഒരു ഡാഷ് മോനെ എന്നൊക്കെയായിരുന്നു സിനിമാ സ്റ്റൈലിൽ സുരേഷ് ഗോപി വെച്ചുകാച്ചിയത്. അപ്പോൾ ഇക്കുറിയെങ്കിലും കേരളത്തിന് എയിംസ് ഉണ്ടാകുമെന്ന് ജനം പ്രതീക്ഷിച്ചു. പക്ഷേ അതും ഉണ്ടായില്ല. വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ? ചരിത്രം തിരുത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJPക്ക് ലഭിച്ചതല്ലേ? പ്രധാനമന്ത്രി നേരിട്ട് വന്ന ആ വിജയാഘോഷത്തിൽ പങ്കെടുത്തതല്ലേ? എന്തായാലും തിരുവനന്തപുരം നഗരത്തെ പരിഗണിക്കുന്ന ഒരു പദ്ധതി ബജറ്റിൽ ഉണ്ടാകുമെന്ന് തിരുവനന്തപുരത്തുകാർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ വർഷം കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അന്ന് ബീഹാർ എന്ന സംസ്ഥാനത്തിന് കേന്ദ്ര ധനമന്ത്രി നൽകിയ പരിഗണന അറിയുന്നവർ ഇക്കുറി അങ്ങനെ ഒരു പരിഗണന കേരളത്തിനും തമിഴ്നാടിനും ബംഗാളിനും ഒക്കെ കിട്ടുമല്ല, അല്ലെങ്കിൽ ആസാമിനും ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ തമിഴ്നാടിന് 2 ഹൈസ്പീഡ് റെയിൽ കോറിഡോർ വന്നു, ബംഗാളിന് 1 കിട്ടി. കേരളത്തിനും ആസാമിനും ഒന്നും അതുപോലും കിട്ടിയിട്ടില്ല. റെയർ എർത്ത് കോറിഡോറിൽ കേരളം ഉൾപ്പെട്ടതും തേങ്ങയുടെയും കശുവണ്ടിയുടെയും ഉൽപ്പാദനം കൂട്ടാനുള്ള പദ്ധതിയുമൊക്കെ ആകെ കേരളത്തിന് എടുത്തു പറയാൻ കഴിയുന്ന ചില നേട്ടങ്ങൾ ആണെന്ന് പറയാം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കാൻ കാരണമെന്ത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ പ്രദീപ്, കേരളം ഏറെ പ്രതീക്ഷിച്ചിരുന്നതാണ് എയിംസ് വരും. സുരേഷ് ഗോപിയുടെ ഒക്കെ ഡയലോഗ് നമുക്ക് തന്നെ പൊതുവേദിയിൽ പറയുന്നത് ശരിയല്ല. ആ മട്ടിൽ പോലും അദ്ദേഹം ഡയലോഗൊക്കെ വെച്ച് കാച്ചിയതാണ്. ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ഈ ബഡ്ജറ്റിന് 2-3 ദിവസം മുമ്പ് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പ്രതിനിധിയായി ഇത് പഠിച്ച ശ്രീധരൻ പ്രഖ്യാപിക്കുന്നപ്പോൾ ഉറപ്പായും അങ്ങനെ ഒരു പദ്ധതിയൊക്കെ ഇവിടെ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ്. പക്ഷേ ഒന്നും കേരളത്തിൽ ഉണ്ടായില്ല. എന്താണ് കേരളത്തിന് ഒരു പരിഗണനയും നൽകേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? സാധാരണ ബഡ്ജറ്റിലല്ല ഈ ഇതൊന്നും പ്രഖ്യാപിക്കുക. കാരണം ഈ അമൃത് ഭാരത് പ്രഖ്യാപിച്ച ഇതിനകത്താണോ കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ? ശ്രീ പ്രദീപ്, ഞാൻ സംശയം ചോദിക്കട്ടെ, 7 ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചത് ഈ ബഡ്ജറ്റിലല്ലേ? അത് ഞാൻ പറഞ്ഞേക്കാം. ഇത് ശ്രീധരനോട് എന്താ പറഞ്ഞ നോക്കിയോളല്ലേ പറഞ്ഞേക്കണേ? എന്താ ശ്രീധരനല്ലേ മെട്രോമാൻ? ഈ ശ്രീധരൻ അയാൾ തന്നെ ഒരു ഓഫീസായിട്ട് ഇരിക്കണ എന്തിനാ? അത് നമുക്കറിയില്ല. ഓഫീസ് കെട്ടിയൊക്കെ അങ്ങനെ പല കാലത്ത് പല ആളുകളും ഇരിക്കാറുണ്ട്. പക്ഷേ കേന്ദ്രത്തിന്റെ പണം നീക്കി വെക്കണമെങ്കിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കണം. ബഡ്ജറ്റ് പ്രഖ്യാപിച്ച് പണം നീക്കി വെക്കണം. വേണ്ട ആളുകൾക്കൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞേക്ക് ഇവിടെ നമുക്ക് വരുമാനം ഇല്ലാന്നല്ലേ പറഞ്ഞത്. കഴിഞ്ഞ ഇതിനകത്ത് 1.98 വരുമാനം. ഞാൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ വരുമാനത്തിന്റെ കണക്കാണ്. വരുമാനത്തിന്റെ കണക്കൊക്കെ പലതവണ നമ്മൾ ചർച്ച ചെയ്തല്ലേ? അല്ല, ഞാൻ പറഞ്ഞ പ്രദീപിന് എന്താ എന്റെ അഭിപ്രായം എന്താണ്? കേരളത്തിന് പരിഗണന നൽകിയതാണോ ഇല്ലെന്നാണോ? താങ്കൾ തുറന്നു പറഞ്ഞോളൂ. ഞാൻ വേണ്ട മൊത്തത്തില് നമുക്ക് നോക്കണം. മൊത്തത്തിൽ നോക്കിയാൽ കേരളത്തിന് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക പരിഗണന ഉണ്ടോ? എന്ത് കിട്ടിയാലും ഇല്ലാന്നല്ലേ പറയുള്ളൂ. അത് പിന്നെ വേറെ പാർട്ടിയിലെ ഭരിക്കണേ തിരിച്ചേ പറയുള്ളൂ. എന്ത് കിട്ടിയാലും ഇല്ലാന്ന് നമ്മൾ പ്രദീപ് പറഞ്ഞോളൂ. അല്ല, പ്രദീപെ പറഞ്ഞു, പ്രദീപ് ചൂണ്ടിക്കാണിച്ചോളൂ. കേരളത്തിന്റെ സ്ഥിരമായ ആവശ്യങ്ങൾ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കിട്ടിയതല്ലേ? തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി തന്നെ വന്നല്ലേ? അങ്ങ് പറഞ്ഞോളൂ താങ്കൾ. അല്ല, പ്രധാനമന്ത്രി അല്ല, എന്തോ ആയിക്കോട്ടെ, കേരളത്തിന് എന്ത് കിട്ടി? താങ്കൾക്ക് കിട്ടിയെന്നാണ് താങ്കളുടെ തോന്നലെങ്കിൽ അതങ്ങ് പറഞ്ഞോളൂ. അതിനിങ്ങനെ കിടന്ന് അവിടെ അതല്ലേ ഇതല്ലേ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ നടപ്പാക്കിയിട്ടുണ്ടോ? പ്രഖ്യാപിച്ചത് നടപ്പാക്കിയിട്ടുണ്ട്. എങ്കിൽ പ്രദീപ് എല്ലാ കാര്യങ്ങളും അങ്ങനെ പ്രഖ്യാപിച്ചല്ലേ, ഇനി നടപ്പാക്കിയ ശേഷം ബാക്കി പ്രഖ്യാപിച്ചാൽ മതി എന്നങ്ങ് തീരുമാനിച്ചാൽ മതി. അങ്ങനെ കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കണ്ടല്ലോ. നടപ്പാക്കി 5 ലക്ഷം രൂപ ആരോഗ്യ. പ്രദീപ്, ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രദീപിന് അതിനെ ന്യായീകരിച്ച് നിൽക്കണം. അതുകൊണ്ട് പ്രദീപിന് മറുത്ത് പറയാൻ വയ്യ. കേരളത്തെക്കാൾ വലുതാണ് താങ്കളുടെ ന്യായീകരണം. അത്രേ ഉള്ളൂ. ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. ശരി, അത് പറഞ്ഞു. ഞാൻ പറയാൻ അവസരം തന്നല്ലേ താങ്കൾക്ക്. അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും കൊള്ളാവുന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചോളൂ. അതിനുവേണ്ടിയല്ലേ അവസരം തന്നത്?
പിന്നെ ആമയുടെ കാര്യമൊക്കെ പറഞ്ഞു. ആമയുടെ കാര്യം കേരളത്തിൽ കടലാമ സംരക്ഷണ ഒന്നും പദ്ധതിയാണ് ആയിട്ടില്ല. കേരളത്തിനാകെ പ്രഖ്യാപിച്ചത്. അത് വേണ്ടാതൊന്നുമല്ല. കടലാമ സംരക്ഷണ പദ്ധതി അല്ലല്ലോ മൊത്തത്തിൽ കേരളത്തിന്റെ വികസനത്തിന് അനിവാര്യമായിട്ട്. അത് നല്ല കാര്യം. കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിലും ഒരു സർക്കാരിന്റെ സഹായമില്ലാതെ കടലാമയെ സംരക്ഷിക്കുന്ന പദ്ധതി സഹായിച്ചിട്ടുണ്ട്. കേരള സർക്കാരും കേരളത്തിലെ ഈ തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ അതിൽ വലിയ സഹായം ചെയ്യുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തെങ്കിൽ നല്ല കാര്യം. ഇത് എല്ലാ കാര്യത്തിലും പോലും ഒന്നാമെന്ന് പറയുമ്പോൾ മുഴുവൻ വേണം തന്നെ ഒരു അങ്ങനെ ഒരു ശരി, ഓക്കെ പ്രദീപ്, താങ്കൾ മറുപടിയിലേക്ക് വരാതെ ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിന് എന്തൊക്കെയോ ഇത്തവണ തിരുവനന്തപുരത്ത് BJPക്ക് ഭരണം കിട്ടിയതാണ്. അപ്പോൾ തിരുവനന്തപുരത്തിനെങ്കിലും എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അതുപോലും ഉണ്ടായില്ല ഈ ബജറ്റിൽ. കിരൺ സാറേ, നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. പിന്നെ ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എയിംസ്, പിന്നെ നമ്മളെ പുതിയ റെയില്, വേഗം പോണ റെയില്, പിന്നെ മറ്റു പലതും, പിന്നെ വയനാട് ദുരന്തബാധിതർക്കുള്ള സഹായങ്ങള്, അവരെ പൈസ എഴുതി തള്ളല് എന്ന് വേണ്ട എല്ലാ കാര്യത്തിലും വലിയ പ്രതീക്ഷയിലേനു. അദ്ദേഹം ഇവിടെ വന്നു, നമ്മളെ ബഹുമാന്യ പ്രധാനമന്ത്രി ഇവിടെ വന്നു, എല്ലാരെയും കണ്ട് കുറെ നേരം സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഇപ്പൊ അതിലിങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ട്, ഇവിടെ നിർമ്മിക്കുന്ന വിദേശ മദ്യത്തിന് അല്പം വില കുറവുണ്ട് എന്നുള്ളത്, മറ്റുള്ളതൊന്നുമില്ല. അപ്പൊ ഇവിടെ നമ്മളെ മുൻ മന്ത്രി പറഞ്ഞു അത് ഇവിടെ എങ്ങനെ ആയാലും വരുമെന്ന് പറഞ്ഞു, വേറുള്ളതും വരുമെന്ന് പറഞ്ഞു. അങ്ങനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ മുൻ പറഞ്ഞ ആൾക്ക് ഇതൊന്നും സംഭവിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം നിങ്ങളോട് വളഞ്ഞും കുറഞ്ഞും ഒക്കെ വർത്താനം പറഞ്ഞ് നിങ്ങളെ സമയം വെറുതെ കളിയാണ് ആ മുൻ പറഞ്ഞ ആള്. അപ്പൊ സുധീറാണ്, തൃത്താലയിൽ നിന്നാണ്. ശ്രീ സുധീർ, താങ്കൾ എന്താണ് കരുതുന്നത്? ഈ കേന്ദ്ര ബജറ്റിൽ നിന്ന് കേരളം ഏറെ പ്രതീക്ഷിച്ചതാണ്. ഈ കേന്ദ്രമന്ത്രിയുടെയൊക്കെ പ്രഖ്യാപനം കേട്ടപ്പോൾ ഈ എയിംസ് എന്തായാലും ഉണ്ട്, ഉറപ്പാണ്. ഹൈസ്പീഡ് റെയിൽ കോറിഡോർ, ശ്രീധരനെ പോലെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെ അതിൻ്റെ സൂചനകൾ പുറത്തു പറയുകയും പരസ്യമായി അതിൻ്റെ വിവരങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ അത് എന്തായാലും ഉണ്ടാവും. അങ്ങനെ അത്രത്തോളം ഉറപ്പിച്ചിരുന്നതാണ് കേരളം. മറ്റു പ്രധാനപ്പെട്ട ഒരുപാട് ആവശ്യങ്ങളുണ്ടെന്നും അംഗീകരിച്ചില്ല, അത് പോട്ടെ. പക്ഷേ ഇതുപോലും അംഗീകരിക്കാതിരുന്നതിന് കാരണം എന്താവും? അത് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് അനുകൂലമായി കിട്ടുന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. കാലകാലമായിട്ട് നമ്മൾ അവഗണിക്കുക, കേരളത്തിൽ അവഗണിക്കുക. ബഡ്ജറ്റിലായാലും നമുക്ക് കിട്ടാനുള്ള വിഹിതങ്ങളായാലും കേരളത്തിന് എങ്ങനെ തകർക്കാൻ പറ്റും അതുപോലെയാണ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി വാഗ്ദാനം ഇപ്പൊ നമ്മൾ ദുരിതം ഉണ്ടായി ഇവിടെ നമ്മുടെ കേരളത്തിൽ അടുപ്പിച്ച് പല ദുരിതങ്ങളുണ്ടായി. അതിന് കിട്ടേണ്ട സാമ്പത്തിക സഹായം അടക്കം കൊടുക്കുന്നില്ല. മറ്റുള്ള ഗവൺമെന്റിന് പോലെ നമ്മളടുത്ത് GST ഇത് പിരിക്കുന്നുണ്ട്. നമുക്ക് ആ GST കറക്റ്റ് കിട്ടും. നമ്മൾ GST ആക്കണം പറയുന്നത്. GST ആയില്ലെങ്കിലും അതിന് GST ഇത് പരിഷ്കരിക്കണം എന്ന് പറയുന്നത് അതുമില്ല. നമ്മളവിടെ നികുതി പിരിക്കുക, അവർ കൊണ്ടുപോവുക, മറ്റുള്ളവർ കൊടുക്കുക. നമുക്കത്ര 23-25 അത്ര കിട്ടുള്ള ഒരു രൂപ കിട്ടുമ്പോൾ കേരളത്തിന് ഇപ്പൊ ശബരി റെയിൽപാത ഏത് കാലത്ത് പറഞ്ഞ എയിംസ്, ഇപ്പൊ സുരേഷ് ഗോപി ഇപ്പൊ എയിംസ് ഇപ്പൊ എടുത്തിട്ട് വിവാദം ഒരു ഒറ്റത്തന്ത രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു വിവാദങ്ങളുണ്ടാക്കി ആലപ്പുഴ തൃശ്ശൂർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ എയിംസിന് സ്ഥലം നമ്മളെ കോഴിക്കോട് ചീനാലൂരിൽ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതല്ലെങ്കിൽ അവിടെ വേണ്ട പറഞ്ഞ് വേറെ സ്ഥലം എടുത്ത് കൊടുക്കാൻ പറഞ്ഞല്ലോ. സജീവ് ഞാൻ പറഞ്ഞു, പിന്നെ ഗവൺമെന്റ് പറഞ്ഞ് പ്രഖ്യാപിക്കട്ടെ, സ്ഥലം വേറെ വേണമെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞല്ലോ. ഇവര് കേരളത്തിന് മൊത്തം അവഗണനയാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഇപ്പൊ നമ്മളെ പാർലമെന്റ് നമ്മൾ പ്രതിപക്ഷം ഇവിടെ കോൺഗ്രസിന്റെ പിന്നെ MP പോയിട്ടുണ്ട്. നമ്മൾ കേരളത്തിന് കിട്ടേണ്ട വിഹിതങ്ങൾ കിട്ടില്ല. അവര് പാർലമെന്റ് സംസാരിക്കുന്നില്ല, കേരളത്തിൽ സംസാരിക്കുന്നില്ല. അങ്ങനെ പറയാം. കേരളത്തിൽ നിന്ന് ഈ റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവിടുത്തെ MP അപ്പോൾ തന്നെ പരസ്യമായി പ്രതികരിച്ചാണ്. അങ്ങനെ കേരളത്തിൽ നിന്ന് പോകുന്ന MP അങ്ങനെ അത് കോൺഗ്രസ്സുകാരായാലും CPM അവരാരും അങ്ങനെ മോശക്കാരാണ് എന്നുള്ള ഒരു അവസ്ഥയിൽ അവരെല്ലാം കാര്യമായി പ്രതികരിക്കുകയും നന്നായി മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നന്നായി സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ പൊതുവായി കേരളത്തോട് അങ്ങനെ ഒരു തമിഴ്നാടിനൊക്കെ പോലെ പിടിച്ചു വാങ്ങാൻ അതിനുള്ള ശേഷിയിൽ കേരളം പിന്നിലാണ്. അതും യാഥാർത്ഥ്യമാണ്. അതെ, അതാ പറഞ്ഞ പാർലമെന്റ് സംസാരിക്കാനോ അതിന് കാര്യങ്ങൾ സംസാരിക്കാനുള്ള കേരളത്തിലെ MP അങ്ങനെയല്ല സുധീർ. കേരളത്തിലെ MP പാർലമെന്റിൽ നന്നായി സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഒരു കാര്യത്തിന് നമുക്ക് നമ്മളിപ്പോ ഇങ്ങനെ മീഡിയയിലൂടെ കാണുന്നതാണ്, നമ്മൾ നേരിട്ടുള്ളതല്ലേ. അപ്പൊ നമുക്ക് അറിയാണ്ട് എന്ത് അപ്പൊ അവര് അധികം കാര്യക്ഷമമായിട്ട് എടുക്കുന്നില്ല. സുധീറാണ് തൃത്താലയിൽ നിന്ന് പ്രത്യേകിച്ച് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഡിക്സൺ ആണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ഡിക്സൺ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കേരളത്തിൽ BJPക്ക് വലിയ പ്രതീക്ഷയുള്ള നാടാണ്. കഴിഞ്ഞ തവണ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടൊക്കെ വലിയ പ്രഖ്യാപനങ്ങളാണ് ബീഹാറിന് വേണ്ടി ഈ ബജറ്റിലുണ്ടായത്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വിവരം പോലും നിർമ്മലാ സീതാരാമൻ അറിഞ്ഞില്ല എന്നുള്ള മട്ടിലാണ് ആ ബജറ്റ് വന്നിരിക്കുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രഖ്യാപനമെങ്കിലും ഉണ്ടാവേണ്ടതാണ്, അതുപോലുമില്ല.
നമുക്ക് പോസിറ്റീവായിട്ട് കാണുന്നത് സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം വർദ്ധിപ്പിച്ചു. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം വർദ്ധിപ്പിച്ചതോടുകൂടി അടുത്ത സാമ്പത്തിക വർഷം ഏകദേശം ഒരു 12,000 കോടി രൂപ നമുക്ക് വരുമാനത്തിൽ വർദ്ധിക്കും, നികുതി വരുമാനത്തിൽ. എയിംസ് നമുക്ക് പ്രതീക്ഷിച്ച രീതിയിൽ കേരളത്തിന്റെ മധ്യഭാഗത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂര് അല്ലെങ്കിൽ കോഴിക്കോട്. പക്ഷെ അത് നമുക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും അനുവദിക്കാനുള്ള ഒരു ഈ തവണ നിരാശാജനകമായിരുന്നുവെങ്കിലും പോസിറ്റീവായിട്ട് അടുത്ത പ്രാവശ്യമെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് പരിഗണിക്കണം. പിന്നെ അടുത്തത് നമുക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ IIT-കൾ കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന നിലവാരം നിലയ്ക്ക് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് IIT-കളൊന്നും അനുവദിച്ചില്ല എന്നുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെന്റിനെ വീണ്ടും സമ്മർദ്ദം ചെലുത്തി നമുക്ക് സപ്ലിമെന്ററി ആയി അനുവദിക്കുകയോ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും അനുവദിക്കാൻ നമ്മുടെ MP-മാർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ശ്രമിക്കണം. തീർച്ചയായിട്ടും തെക്കേ ഇന്ത്യ സംസ്ഥാനം എന്ന നിലയ്ക്ക് നമുക്ക് പരിമിതികളുണ്ട്, ഭരണകക്ഷിയുടെ ഭാഗമല്ല എങ്കിൽ പോലും നമുക്ക് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. നമ്മുടെ MP-മാര് വീണ്ടും ശ്രമിച്ചാൽ സാധിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ പ്രതീക്ഷ അങ്ങനെ. ശ്രീ ഹംസയാണ് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ ഹംസ, കേരളത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷേ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെയും നിരസിക്കുന്ന ഒരു ബജറ്റാണ് ഉണ്ടായത്. എന്തായിരിക്കും കാരണം? സാറ് മറുപടി പറയാം. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ബജറ്റിൽ എല്ലാ മേഖലയിലും കേരളത്തെ കഴിഞ്ഞെങ്കിലും ജന്തുവായ കടലാമയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ തീരുമാനത്തിൽ ഒരു സന്ദേശം നൽകുന്നുണ്ട് കേരളത്തിന്. കേരളം എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും ഇഴഞ്ഞു നീങ്ങിയാൽ മതി എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ ബജറ്റിൽ കേരളത്തിൽ നൽകിയിട്ടുള്ളത്. ഇതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രയാണ് ഇനി പറയാനുള്ളത്. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. കടലാമയെ സംരക്ഷിക്കുന്നതിന് നമ്മൾ എതിരൊന്നുമല്ല, കടലാമയെ സംരക്ഷിക്കേണ്ടത് തന്നെയാണ്. അത് ഈ ഒരു പദ്ധതിയുമില്ലാതെ തന്നെ ഈ തീരപ്രദേശത്തൊക്കെ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുമൊക്കെ ഉണ്ട്, ചില വ്യക്തികളുമൊക്കെ ഉണ്ട്. അവർ ആമയുടെ മുട്ട ആരും എടുത്തുകൊണ്ട് പോകാതെ, മറ്റു മൃഗങ്ങളൊന്നും തട്ടിക്കൊണ്ട് പോകാതെ അതിന് സംരക്ഷണം കൊടുത്ത് അതിനെ വിരിയിച്ച് കടലിലേക്കൊക്കെ ഇറക്കി വിടുന്നതൊക്കെ നമ്മൾ സ്വന്തമായി ചെയ്യുന്ന കാര്യമാണ്. അതിൽ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചതിൽ വളരെ നല്ലത്. സർക്കാർ ആ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കുന്നു എന്നുള്ളത്, അതിന് എതിരല്ല നമ്മൾ. പക്ഷേ നമ്മുടെ വലിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കടലാമ കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടോളം എന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നമുക്ക് പറയേണ്ടി വരുന്നത്. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്താണ് ഈ ബജറ്റിനെ കുറിച്ച്, കേരളത്തോട് ഈ ബജറ്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. ഈ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് നമുക്ക് കിട്ടേണ്ട ഒരു വിഹിതം അഥവാ അർഹതപ്പെട്ട ഒരു സ്ഥാനം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതിൽ അതീവ ദുഃഖമുണ്ട്. ഈ എയിംസിന്റെ കാര്യത്തിലായാലും റെയിൽവേയുടെ കാര്യത്തിലായാലും പല മേഖലയിലും നമുക്ക് കുറച്ചുകൂടി സഹായമല്ല, പ്രാധാന്യം ഒരു കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നൽകേണ്ടതായിരുന്നു. പിന്നെ എനിക്കതിൽ ഒരു ചെറിയൊരു സംശയം പിന്നെ ഉള്ളത്, എന്തായാലും ഇലക്ഷനും ആണ്. സംസ്ഥാന ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് ഒരു പ്രതിനിധി സംഘം പോവുകയും അതിന്റെ ഫലമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്ന ഒരു സമ്പ്രദായവും കൂടി ഉണ്ടാവും. ഇപ്പൊ പ്രഖ്യാപിച്ചാൽ ചിലപ്പോൾ ഇനി ഇലക്ഷൻ വരുമ്പോഴേക്കും മറന്നുപോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടോ, ഇനിയിപ്പോ പ്രതിനിധി സംഘത്തിന്റെ പേരിൽ അന്നേരത്തെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം വരുമോന്ന് ചെറിയൊരു സംശയമുണ്ട്. എനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല, എന്റെ ഒരു ചെറിയ സംശയമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ ലഭിച്ച സംഗതികൾ തീർത്തും പോരാ. നമുക്ക് എന്താ പറയാ, മോശമായാണ് എനിക്ക് കാണപ്പെട്ടത്, അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകണം. അഖിലാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ അഖിൽ, താങ്കൾ എങ്ങനെയാണ് ഈ ബജറ്റ്, തിരുവനന്തപുരത്ത് എങ്ങനെയാണ്, ഈ കോർപ്പറേഷൻ പരിധിയിൽപ്പെടുന്ന ആളാണോ അതോ അതിന് പുറത്തുള്ള ആളാണോ? ഞാൻ കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്ന ആളാണ്. ശരി, ഓക്കെ. ഇത്തവണ തിരുവനന്തപുരത്തിന് BJPക്ക് ചരിത്രത്തിലാദ്യമായി ഭരണം കിട്ടുന്നു. അങ്ങനെ ഒരു ആഘോഷ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരുന്നു. അതൊക്കെ നല്ല കാര്യം, സന്തോഷം. എല്ലാവർക്കും വലിയ പ്രതീക്ഷയൊക്കെയാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഒരു നഗരസഭയുടെ അധികാരത്തിൻ്റെ ഏൽക്കുമ്പോൾ അവിടേക്ക് എത്തുക എന്നൊക്കെ പറയുമ്പോൾ ബജറ്റിൽ കൂടി അത് പ്രതിഫലിക്കുമെന്ന് കുറേയേറെ പേരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതുണ്ടായില്ല. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഞങ്ങളുടെ അവിടെ വന്നത്
കൂടുതൽ ബഡ്ജറ്റിന് ഗുണകരമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും പറയാനുള്ളത് വർഷങ്ങളായിട്ട് കേരളത്തിൽ നമുക്ക് എയിംസ് എന്ന് പറയുന്നത് ഒരു ആവശ്യം തന്നെയായിരുന്നു. ഇത്തവണ അത് അനുവദിച്ചില്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ കേന്ദ്രം തന്നെ പറയുന്നുണ്ട് നമ്മുടെ കേരള ഗവൺമെന്റ് ആരോഗ്യ രംഗത്ത് വളരെ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണെന്ന്. എന്നിട്ടും അതിന് നേരെ കണ്ണടച്ചത് വളരെ മോശം തന്നെയാണ്. ശരി, ശ്രീ സോനു ആണ്, എറണാകുളത്ത് നിന്നാണ്. ശ്രീ സോനു, താങ്കൾക്ക് അഭിപ്രായം പറയാം. സോനുവിന്റെ അഭിപ്രായം കേൾക്കാൻ വയ്യ, കുറച്ചുകൂടി ഉറക്കെ ഫോണിനോട് അടുത്തെന്ന് പറയുമോ? ഇങ്ങനെ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ നമുക്ക് ഇങ്ങനൊരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ കുറച്ച് സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നത് ശരിയല്ല. എയിംസും അതിവേഗ റെയിൽവേയും കേരളത്തിന് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് അവഗണിച്ചത് വളരെ മോശമായി പോയെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, മറ്റ് പ്രശ്നത്തിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വേഗത്തിൽ നോക്കേണ്ടതുണ്ട്. നമ്മൾ അല്പം വൈകിയായിരുന്നു ഇന്ന് തുടങ്ങിയത്. സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അതിനിടയിൽ നമുക്ക് യൂട്യൂബ് കമന്റുകളിലേക്ക് വരാം. പെട്ടെന്ന് അത് എടുത്തപ്പോൾ അത് കിട്ടിയില്ല, അതുകൊണ്ടാണ്. ശ്രീ സന്തോഷ്, താങ്കൾ പറഞ്ഞോളൂ. തീർത്തും നിരാശയായ ഒരു ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമൻ. നമുക്കാകെ കിട്ടിയത് എന്താണ്? കേരളത്തിന് വന്നത് ഇവിടെ തുറമുഖ ധാതു മണൽ ഖനനത്തിന്റെ. അത് നമുക്കെന്താണ് ഈ ഖനനം ഇത് ഉള്ളതൊക്കെ വാരിക്കൊണ്ടു പോകുന്നുള്ളത്? കേരളത്തിന് എന്താണ് അത് കൊണ്ട് ഉപകാരമുള്ളത്? നേരത്തെ സാറ് തന്നെ പറഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരം പ്രധാനമന്ത്രി വന്നപ്പോ അതിൽ മുഖേനെങ്കിലും ഒരു പ്രഖ്യാപനം വരുമെന്ന്. ഇതേ പ്രധാനമന്ത്രി ചൂരൽമല വന്നതാണ്. എന്നിട്ട് എന്തായി ചൂരൽമലയിലെ അവസ്ഥ? അവർക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയം കൊണ്ട് അവർക്ക് വലിയ പ്രയോജനമില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ഒരു ഘടകകക്ഷി പോലും ഇല്ല. ഒരു ഭരണത്തിലിരിക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്ത് അധികാരത്തിൽ പിന്താങ്ങാൻ വേണ്ടി പോലും അവർക്ക് ആവശ്യമില്ല. പിന്നെ എന്തിനാണ് കേരളത്തിൽ താങ്ങുന്നത് എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. ആകെ 20 എംപിമാരാണ് പിന്നെ കേരളത്തിനുള്ളത്. ശരി, ഓക്കെ. ശ്രീ സന്തോഷ്, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. എന്തായാലും കേരളത്തോട് കേന്ദ്ര ബജറ്റ് കാണിച്ച രീതി, അല്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനത്തിന് അർഹമായതുപോലും ആവശ്യങ്ങൾ പോലും അംഗീകരിക്കാൻ കഴിയാത്തതിനെതിരെ ശക്തമായ ശബ്ദം തന്നെയാണ് പൊതുവേദിയിൽ ഉണ്ടായത്. ഇത്തവണയെങ്കിലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടെങ്കിലും അത്തരം ചില പ്രഖ്യാപനങ്ങൾ, എയിംസിന്റെ പ്രഖ്യാപനവും ഈ അതിവേഗ റെയിൽ പദ്ധതിയും ഒക്കെ പ്രഖ്യാപിക്കുമെന്ന് കേരളം പ്രതീക്ഷിച്ചാണ്. അതടക്കം നിരവധി പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. 28ഓളം ആവശ്യങ്ങൾ കേരളം അക്കമിട്ട് നൽകിയതാണ്. അവിടെയെങ്കിലും യാതൊരു പരിഗണനയും കേരളത്തിനുണ്ടായില്ല. അതിനെതിരായ ഒരു വികാരം കൂടിയാണ് പൊതുവേദിയിലെ ഭൂരിപക്ഷം പ്രേക്ഷകരും, എല്ലാ പ്രേക്ഷകരും തന്നെ അത് പ്രകടിപ്പിച്ചത്. എന്തായാലും നാളെയും വൈകുന്നേരം 4 മണിക്ക് ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.